ചാരം വീണു മൂടിയ കനലുകൾ ഊതിത്തെളിയിച്ചായിരുന്നു ജന്മഭൂമിയുടെ വരവ്. സത്യത്തിന്റെ സൂര്യോദയം. വൈകുന്നേരങ്ങളിലെ വർത്തമാനങ്ങളിൽ തുടങ്ങി പുലരിയോടൊപ്പം കാലത്തിന്റെ ചലനങ്ങളുമായി ഒരു കുതിപ്പ്. കച്ചവടവും സ്വാർത്ഥതയും അരങ്ങുവാഴുന്ന സമകാലിക മാധ്യമയുഗത്തിൽ സനാതനത്വത്തിന്റെ നിത്യനിരാമയ ശംഖുലി, അറിവിന്റെ പുലരുളി വിതറിയ ധർമ്മമുരളി, പൂക്കൾ വിരിച്ചിട്ട പാതയായിരുന്നില്ല അത്. ഭാരതീയ വിചാരധാരയുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ വക്താവ് പി പരമേശ്വർജി ദീപം തെളിയിച്ചതോടെ 1975 ഏപ്രിൽ 28 കോഴിക്കോട് നിന്ന് സായാഹ്ന പത്രമായിട്ടായിരുന്നു തുടക്കം. വായനയിൽ കൗതുകവും വാർത്തയിൽ സവിശേഷതയും കൈവരിച്ചെങ്കിലും അത് ഒരു മാസത്തോളമേ നീണ്ടുനിന്നുള്ളൂ. കഴുത്തിനൊത്ത് കുരുക്ക് തയ്യാറാക്കുന്ന അടിയന്തരാവസ്ഥയുടെ കരാള വാഴ്ചയിൽ ശിരസുയർത്തി നടന്നു നീങ്ങിയ പത്രാധിപർ PVK നെടുങ്ങാടി എന്ന തന്റേടത്തിലുണ്ട് ജന്മഭൂമിയുടെ സത്യവും ശക്തിയും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പത്രാധിപർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോരാടിയതിന്റെ പേരിൽ കയ്യാമം വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജന്മഭൂമിയുടേതാണ്. പത്രാധിപരും ലേഖകനും MDയുമൊക്കെ കൽത്തുറങ്കിനകത്തായി. പ്രസാധകനും MDയുമായിരുന്ന യു ദത്തത്രേയ റാവു പീഡനത്തിന്റെയും സഹനത്തിന്റെയും മായ്ക്കാനാവാത്ത ചോരപ്പാടായി. സഹജീവികൾ പലരും അധികാരത്തിന്റെ ഗർവിനു മുൻപിൽ പഞ്ചപുച്ഛമടക്കി വിനീത വിധേയരായപ്പോൾ ജന്മഭൂമി ധർമ്മത്തിന്റെ കാവലാളും പോരാളിയുമായി. വാർത്തയുടെ പ്രഭാതഭേരിയുമായി ജന്മഭൂമി പിറക്കുന്നത് ആവിഷ്കാരത്തിനുമേൽ വീണ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു. ആർക്കാണുള്ളത് ഇതിനേക്കാൾ സ്ഫോടനാത്മകമായ ഒരു പൂർവ്വകാലം? ഇച്ഛാശക്തി കൊണ്ട് ജനങ്ങൾ രാജ്യത്തെ ആദ്യത്തെയും അവസാനത്തെയും ഫാസിസ്റ്റ് ഭരണത്തെ തൂത്തെറിഞ്ഞപ്പോൾ തടവറ ഭേദിച്ച് ജന്മഭൂമി പുതിയ പുലരിത്തുടിപ്പായി ഉദയം കൊണ്ടു. 1977 നവംബർ 14 എറണാകുളത്തു നിന്നും പ്രഭാതപത്രമായി പുനർജന്മം. കരൾ പിളർന്ന കാലങ്ങളിൽ നിന്നും സത്യത്തിന്റെ അരണി കടഞ്ഞ് അറിവിന്റെയും തിരിച്ചറിവിന്റെയും അഗ്നി മലയാളികൾക്ക് പകർന്നേകിയ ഒരു പത്രം. ധീരമായിരുന്നു പിന്നിട്ട കനൽപാതകളിൽ ജന്മഭൂമിയുടെ ചുവടുകൾ. അരിഷിതാവസ്ഥയുടെയും പരിമിതികളുടെയും കമ്പോളവൽക്കരണത്തിന്റെ കൊടിയ ഭീഷണികളെയും ഇച്ഛാശക്തി കൊണ്ടും സമർപ്പണ ബോധം കൊണ്ടും മറികടന്ന ഒരു കൂട്ടം ദേശസ്നേഹികളുടെ നിസ്വാർത്ഥതയായിരുന്നു പിന്നിലെ കരുത്ത്. അമരത്ത് കാലത്തിന്റെ ശില്പികൾ കാവൽ നിന്നു. അധികാര കേന്ദ്രങ്ങൾ താങ്ങായിരുന്നില്ല. പണമൊഴുക്കി പിടിച്ചു നിർത്താൻ സമ്പന്നരുടെ തണലുമുണ്ടായില്ല. അധികാര കേന്ദ്രങ്ങൾ ദുഷിച്ചപ്പോൾ, പ്രകൃതി വേട്ടയാടപ്പെട്ടപ്പോൾ, അമ്മ പെങ്ങന്മാർ അപമാനിക്കപ്പെട്ടപ്പോൾ, മണ്ണും മനസ്സും കീഴടക്കാൻ വെമ്പി കയ്യേറ്റ കുരിശുകൾ പൊന്തിയപ്പോൾ, അഭിമാന കേന്ദ്രങ്ങൾ അശുദ്ധമാക്കപ്പെട്ടപ്പോൾ, ആചാരവും സംസ്കാരവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, നാടിന്റെ സ്വാഭിമാനത്തിനു നേരെ മതഭീകരർ വെടിയുതിർത്തപ്പോൾ, ലോകം അധികാരഭ്രാന്തിൽ ആടിയുലഞ്ഞപ്പോൾ, മനുഷ്യർ ആശ്രയമറ്റ് രക്ഷയ്ക്കായി നിലവിളിച്ചപ്പോൾ, തണലൊരുക്കി, കരുത്തേകി, പോരാട്ട വീര്യം പകർന്ന് നാടിനും നന്മയ്ക്കും കാവലായി എന്നും എപ്പോഴും ധർമ്മത്തിന്റെ വിജയക്കൊടിയുമായി ജന്മഭൂമി.